എല്ലാവർക്കും സുഖമല്ലേ? സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല എളുപ്പ വഴികളും ട്രൈ ചെയ്യാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ് ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ കാണിച്ചു തരാൻ പോണത്. ഇനി നിങ്ങൾ ചപ്പാത്തി റെഡിയാക്കുമ്പോൾ ഇതുപോലെയും കൂടി റെഡിയാക്കി നോക്കൂ. എത്ര സമയം കഴിഞ്ഞാലും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. തവയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ വെള്ളത്തിലേക്ക് തന്നെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കുറുക്കി എടുക്കണം. പ്ലെയിൻ സിമ്മിൽ വെച്ച് കുറുക്കി എടുത്താൽ മതിട്ടാ. ഗോതമ്പ് മാവ് ആയ കാരണം പെട്ടെന്നാവും, അത് കാരണം കൈ വിടാണ്ട് ഇളക്കി കൊടുത്തോളൂ. മാവ് കുറുകി കിട്ടിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുത്താൽ മതി. ഒരുപാട് തണുക്കൊന്നും വേണ്ട. കൈ വെച്ച് നമുക്ക് മാവ് കുഴയ്ക്കാൻ പാകത്തിനൊന്ന് തണുത്ത് കിട്ടട്ടെ. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഗോതമ്പ് മാവ് കുറേശ്ശെ തണുത്തുണ്ട്. ഒരു ബൗളിലേക്ക് ചേർക്കാം. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കണ പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു. അതുപോലെ കുഴയ്ക്കുമ്പോൾ കുറേശ്ശെ എണ്ണ കയ്യിൽ പരത്തിക്കോളോട്ട. ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഏത് മാവും കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റായി. ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തി എത്ര വലിപ്പം വേണോ അതനുസരിച്ച് നമുക്ക് ഉരുളകളാക്കി എല്ലാം ബോൾസ് ആക്കി എടുത്തു. ഞാൻ എടുത്ത അളവിന് 7 ചപ്പാത്തിയാണ് ഇട്ടാ വരിക. അപ്പം നിങ്ങൾ അതനുസരിച്ച് മാവ് കൂട്ടെ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. കല്ലിലേക്ക് കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. റെഡിയാക്കി വെച്ച ബോൾസും മാവിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പരത്താം. ഒരെണ്ണം നമ്മൾ പരത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ബോൾസും പരത്തിയെടുത്തു. ഇനി ചപ്പാത്തി റെഡിയാക്കാം. ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ബബിൾസൊക്കെ വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ചപ്പാത്തി. ഒരെണ്ണ റെഡിയായി. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചപ്പാത്തി തയ്യാറാക്കുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. See you. Bye.